ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2023 CSEBയുടെ എക്സാമിന് ജൂനിയർ ക്ലർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1045/2023 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ദ റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ കറണ്ട് ഇയർ ഈസ് പ്രിപ്പയർഡ് ദ ഓപ്പണിംഗ് ബാലൻസ് വിൽ ബി Option A, closing balance of last year. Option B, the closing balance of last month. Option C, the closing balance of last year. Option D, the opening balance of the last month എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കറണ്ട് ഇയറിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലാസ്റ്റ് ഇയർ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ്, ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലാസ്റ്റ് ഇയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻ കോപ്പറേറ്റീവ് ഈസ്. ഓപ്ഷൻ എ, ടു എൻഷ്യൂർ ദാറ്റ് മെമ്പേഴ്സ് ഫണ്ട് ആൻഡ് അസറ്റ് ആർ സേഫ് ഗാർഡഡ്. Option B, to ensure that share is safeguarded. Option C, to ensure that the profit is ensured. Option D, none of these. സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം കോപ്പറേറ്റീവ്സിലെ സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ടു എൻഷ്യൂർ ദാറ്റ് മെമ്പേഴ്സ് ഫണ്ട്സ് ആൻഡ് അസറ്റ് ആർ സേഫ് ഗാർഡഡ്. അതാണ് കോപ്പറേറ്റീവ്സിലെ സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മെമ്പേഴ്സിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടു എൻഷ്യൂർ ദാറ്റ് മെമ്പേഴ്സ് ഫണ്ട് ആൻഡ് അസറ്റ് ആർ സേഫ് ഗാർഡഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. മെമ്പേഴ്സിൻ്റെ ഫണ്ടും അസറ്റും എല്ലാം സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ഫോർ ദ ലാൻഡഡ് പ്രോപ്പർട്ടി ഈസ് ഡാഷ് പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 2.5%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 3%, ഓപ്ഷൻ ഡി നോ ഡിപ്രീസിയേഷൻ. ലാൻഡഡ് പ്രോപ്പർട്ടിയുടെ ഡിപ്രീസിയേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നോ ഡിപ്രീസിയേഷൻ. നമുക്കറിയാം ലാൻഡഡ് പ്രോപ്പർട്ടിക്ക് എന്താണ് ഡിപ്രീസിയേഷൻ ഇല്ല. ലാൻഡഡ് പ്രോപ്പർട്ടി ഡിപ്രീസിയേഷൻ ഇല്ലാത്തതാണ്, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോ ഡിപ്രീസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ് മൈനസ് ലയബിലിറ്റി. ഓപ്ഷൻ എ ലോസ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ നമുക്ക് അസറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ് അസറ്റ്, അല്ലേ? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിയാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ്? അസറ്റ് മൈനസ് ലയബിലിറ്റി. അപ്പോൾ എന്തായിരിക്കും? ഇതിന് നേരെ തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, അസറ്റ് മൈനസ് ലയബിലിറ്റി ക്യാപിറ്റൽ. നമ്മുടെ ഓപ്ഷനിൽ ഷെയർ ക്യാപിറ്റൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആൻസറായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ്, നൺ ഓഫ് ദീസ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, accounting concept followed by the cooperative society is. Option A, going concern concept. Option B, business entity concept. Option C, money measurement concept. Option D, dual aspect concept. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇതിൻ്റെ ഓപ്ഷൻ എ ആണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡഡ് അക്കൗണ്ടിംഗ് പ്ലാൻ? ഓപ്ഷൻ എ, റിപ്പോർട്ടിംഗ് ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. ഓപ്ഷൻ ബി, റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ സൊസൈറ്റി. ഓപ്ഷൻ സി, പ്രൊവൈഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫ്യൂച്ചർ പ്ലാനിംഗ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. ഇതിൽ അക്കൗണ്ടിംഗ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അത് റിപ്പോർട്ട് ചെയ്യുന്നത്, സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും ഇൻഫർമേഷൻസും അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്?
ഡിസിഷൻ മേക്കിങ്ങിനും ഫ്യൂച്ചർ പ്ലാനിങ്ങിനും വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഓൾ ഓഫ് ദ എബവ്. കാരണം ഇതെല്ലാം എന്താണ്, അക്കൗണ്ടിങ് പ്ലാനിങ്ങുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് റിസർവ് ടു ബി ക്രിയേറ്റഡ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഈസ് ഡാഷ് പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 50%, ഓപ്ഷൻ ഡി 100%. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റിന് നമ്മൾ എത്ര ശതമാനം റിസർവ് വെക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റിന് എത്ര ശതമാനമാണ് റിസർവ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 100%. ഓവർ ഡ്യൂവിൻ്റെ ഇൻട്രസ്റ്റിന് വെക്കേണ്ട റിസർവ് എന്ന് പറയുന്നത് 100% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷെയർ ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ് ഈസ് ട്രീറ്റഡ് അസ്. ഓപ്ഷൻ എ ലയബിലിറ്റി, ഓപ്ഷൻ ബി അസറ്റ്, ഓപ്ഷൻ സി റിസർവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഷെയർ ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലയബിലിറ്റി ആണോ, അസറ്റ് ആണോ, റിസർവ് ആണോ, എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് നമ്മൾ മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ്. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന പണത്തിനാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈ മെമ്പേഴ്സ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അവരുടെ ഷെയറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ആ ഷെയറിൻ്റെ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ലയബിലിറ്റി. ഷെയർ ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ് ഈസ് ട്രീറ്റഡ് as ഓപ്ഷൻ എ ലയബിലിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൊസീജിയർ വെൻ ദ ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ഡിഫേഴ്സ്? ഓപ്ഷൻ എ ഇഗ്നോർ, ഓപ്ഷൻ ബി റീകൺസീൽ, ഓപ്ഷൻ സി മേക്ക് കറക്ഷൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസസ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രൊസീജിയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫർ ആണെങ്കിൽ, അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റീകൺസീൽ. കുറേ പ്രാവശ്യം നമ്മുടെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റീകൺസീലാണ് അതിൻ്റെ എപ്പോഴും ആൻസറും വരുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ബാലൻസസ് ഡിഫർ ആണെങ്കിൽ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് റീകൺസീലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വൗച്ചർ? ഓപ്ഷൻ എ എവിഡൻസ് ഫോർ എ പേയ്മെൻറ്റ്, ഓപ്ഷൻ ബി എവിഡൻസ് ഫോർ എ റെസിപ്റ്റ് ഓഫ് മണി, ഓപ്ഷൻ സി എവിഡൻസ് ഫോർ റെസിപ്റ്റ് ഓഫ് ചെക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. വൗച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൗച്ചർ എന്താണ്? ഓപ്ഷൻ എ ആണ്, എവിഡൻസ് ഫോർ പേയ്മെൻ്റ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു എവിഡൻസസ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what will be the amount of monthly interest to be paid for a fixed deposit of rupees 55,000 at the rate of 6.5%? Option A, rupees 3,575, option B, rupees 298, option C, rupees 1,788, option D, none of these. അപ്പോൾ 55,000 രൂപ, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.5% ആണ്. അതിൻ്റെ മന്ത്ലി ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മന്ത്ലി ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് ഫോർ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫ് rupees 55,000 അറ്റ് ദ റേറ്റ് ഓഫ് 6.5%. 55,000 രൂപ ഇട്ടിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിന് 6.5% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. അതിൻ്റെ മന്ത്ലി ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോൾ 55,000 രൂപ. ഓക്കെ, 55,000 രൂപ, അതിന് ഇൻട്രസ്റ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6.5% ആണ്. അപ്പോൾ 6.5%. ഓക്കെ, ഇനി ഇതെന്താണ്? ഒരു മാസത്തേക്കാണ്, മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 1/12 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് ഈ സീറോസും ക്യാൻസൽ ചെയ്യാം. പിന്നെ 550 ഇൻറ്റു 6.5 എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ 550 ഇൻറ്റു 6.5 എന്ന് പറയുന്നത് എത്രയാണ്? 3575 ഡിവൈഡഡ് ബൈ 12 എന്നാണ് നമുക്കപ്പോൾ വരുന്നത്.
ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 297.916 ആ ഒരു എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുമായിട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് 298. 297.991 എന്ന് പറയുമ്പോഴത്തേക്കും 298 അതിൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എ ബഡ്ജറ്റ് ഈസ് ഓപ്ഷൻ എ ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ കമ്മിങ് ഇയർ. ഓപ്ഷൻ ബി എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദ ഇയർ. ഓപ്ഷൻ സി എ കമ്പാരിസൺ ഓഫ് എക്സ്പെൻഡിച്ചർ വിത്ത് ദ പ്രീവിയസ് ഇയർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പറഞ്ഞേക്കണ ഒരു ഇൻകം ആൻഡ് വരുന്ന വർഷത്തിൽ, ഇനി വരാൻ പോകുന്ന വർഷത്തിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണെന്ന്. ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തിലെ റവന്യൂൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ ഇതിന് മുന്നത്തെ വർഷത്തിലെ എക്സ്പെൻഡിച്ചറുകളുടെ ഒരു കമ്പാരിസൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വരും വർഷത്തിൽ നമുക്ക് ഉള്ള വരവുകളും ചിലവുകളും നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം, അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വരും വർഷത്തിലേക്കല്ലേ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വരുന്ന വർഷത്തിലെ കാര്യങ്ങൾ, നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ബഡ്ജറ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ കമ്മിങ് ഇയർ. കമ്മിങ് ഇയറിൽ വരാൻ പോകുന്ന വർഷത്തിൽ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ഒരു എസ്റ്റിമേറ്റ് ആണ് ബഡ്ജറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഓഫ് അസറ്റ് ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഫ്രം സെക്കൻഡ് ഇയർ ഓൺവേർഡ്. സെക്കൻഡ് ഇയറിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ബാലൻസ് ഓഫ് അസറ്റ് കാണുന്നതിൻ്റെ ഫോർമുല എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പേയ്മെൻറ്റ്സ് മൈനസ് റെസിപ്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, NPA മീൻസ്. ഇതും ഒരുപാട് പ്രാവശ്യം നമ്മുടെ അടുത്ത എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ നെറ്റ് പ്രസൻറ്റ് അസറ്റ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ് ഓൺ അസറ്റ്, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ് അനാലിസിസ്, ഓപ്ഷൻ ഡി നോൺ പെർഫോമിംഗ് അസറ്റ്. ആൻസർ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ്. ഇത് പല പ്രാവശ്യം NPA എന്താണെന്നുള്ളത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അടുത്തത്, ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ ഓൺഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓപ്ഷൻ എ ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ഓപ്ഷൻ സി ഡിബഞ്ചർ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി ഡെപ്പോസിറ്റ്. ഓൺഡ് ഫണ്ട് ഇതിലേതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓൺഡ് ഫണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓൺ ഫണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ്, ഷെയർ ക്യാപിറ്റൽ ആണ് സൊസൈറ്റിയുടെ ഓൺഡ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ട് ഫ്രം. ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഡെപ്പോസിറ്റ്സ്, ഓപ്ഷൻ ഡി ഷെയർ ക്യാപിറ്റൽ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിൽ നിന്നായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ എ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം, ഓപ്ഷൻ ബി ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഓപ്ഷൻ സി ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, പിന്നെ അതുപോലെ തന്നെ റെയിൽവേസ്, വാട്ടർ, അങ്ങനെയുള്ള കമ്പനീസ് എല്ലാം ഫോളോ ചെയ്യുന്നതാണ്
ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് അവർ ഫോളോ ചെയ്യുന്നതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഫോളോ ചെയ്യുന്നതാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസാക്ഷൻ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദ രജിസ്റ്റർ കോൾഡ്. ഓപ്ഷൻ എ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി ജനറൽ ലെഡ്ജർ, ഓപ്ഷൻ സി ഡേ ബുക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡേ ബുക്ക്. ഡേ ബുക്കിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഓപ്ഷൻ എ ട്രയൽ ബാലൻസ്, ഓപ്ഷൻ ബി റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ജനറൽ ലെഡ്ജർ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ബേസിക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഏറ്റവും ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ. ഓപ്ഷൻ എ ഓഡിറ്റർ, ഓപ്ഷൻ ബി സൊസൈറ്റി, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിന് നമ്മൾ കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റർക്ക് കൊടുക്കുന്നത് ആരാണ്? സൊസൈറ്റിയാണ് ഓഡിറ്റർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി നോക്കിയിട്ടുണ്ടെങ്കിൽ CEO ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. CEO എന്നിട്ട് നമ്മുടെ മാനേജിങ് കമ്മിറ്റിക്ക് അത് കൈമാറി മാനേജിങ് കമ്മിറ്റി അപ്രൂവ് ചെയ്തതാണ് നമ്മൾ ഓഡിറ്റർക്ക് കൈമാറുന്നത്, ഓഡിറ്റിന് വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സൊസൈറ്റി പ്രിപ്പയർ ചെയ്തതായിട്ടാണ് അത് കണക്കാക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഓപ്ഷൻ എ ചിട്ടി, ഓപ്ഷൻ ബി ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ്, ഓപ്ഷൻ ഡി കറണ്ട് ഡെപ്പോസിറ്റ്. അതായത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഇതിലേതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാങ്കിലിടുന്ന ഡെപ്പോസിറ്റ്സിന് നമുക്ക് കിട്ടുന്ന എന്താണ് ഒരു ഇൻഷുറൻസ് ആണ് ഈ ഒരു ഗ്യാരണ്ടി, അതാണ് ഇൻഷുറൻസ് പോലെ കിട്ടുന്നതാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അത് ഒരാളുടെ ഡെപ്പോസിറ്റിന് 5 ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലൂടെ ലഭിക്കുന്നത്. ബാങ്ക് തകരുമ്പോൾ ബാങ്കിൽ നിന്ന് ആ ഡെപ്പോസിറ്റർക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നതോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് എല്ലാ തരത്തിലുള്ള ഡെപ്പോസിറ്റിനും കിട്ടും. ഫിക്സഡ് ഡെപ്പോസിറ്റിനും കറണ്ട് ഡെപ്പോസിറ്റിനും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സിനും എല്ലാം ഈ ഒരു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ഈ ഒരു ഇത് കിട്ടുന്നുണ്ട്, ഗ്യാരണ്ടി കിട്ടുന്നുണ്ട്. അത് കിട്ടാത്തത് ഏതിനാണ്? ചിട്ടിക്കാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ചിട്ടി. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ചിട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1045/2023 ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്